ഓം ശ്രീ മഹാഗണപതി നമ. ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടം രാശി മുതൽ വൃശ്ചികം രാശി വരെയുള്ള 2024 ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 2024 ഒക്ടോബർ മാസഫലം ധനു കൂറിൻ്റെയാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാലി ധനുക്കൂറിൻ്റെ. ഈ മാസം ഗ്രഹനിലയിൽ 3-ാം കൂറിൽ ശനി, 4-ാം കൂറിൽ രാഹു, 6-ാം കൂറിൽ വ്യാഴം, ചൊവ്വ 7-ാം കൂറിലും ഒക്ടോബർ 20-ന് 8-ാം കൂറിലേക്കും സഞ്ചരിക്കും. 10-ാം കൂറിൽ സൂര്യനും ബുധനും കേതുവും. സൂര്യൻ ഒക്ടോബർ 15 വരെ 10-ാം കൂറിലും 15-ന് ശേഷം ഒക്ടോബർ അവസാനം വരെ 11-ാം കൂറിലും ആണ് സഞ്ചരിക്കുക. ബുധൻ 10-ാം കൂറിലും ഒക്ടോബർ 10-ന് 11-ാം കൂറിലും ഒക്ടോബർ 29-ന് 12-ാം കൂറിലുമാണ് സഞ്ചരിക്കുക. 10-ാം കൂറിൽ കേതു. ശുക്രൻ 11-ാം കൂറിലും ഒക്ടോബർ 12-ന് 12-ാം കൂറിലും സഞ്ചരിക്കും. ഈ മാസത്തെ ഗ്രഹനിലയിൽ ധനുക്കൂറുകാർക്ക് ഏറ്റവും നല്ല മാസമാണ്. അതീവ നേട്ടങ്ങളും ഭാഗ്യഗുണങ്ങളും നൽകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും. വിശ്വാസമില്ലാത്തവർക്ക് ഈ വീഡിയോ കാണരുത്. ഈ മാസം സൂര്യൻ 10-ാം കൂറിലും 11-ാം കൂറിലും സഞ്ചരിക്കുന്ന കാലയളവിൽ എല്ലാ സൗഭാഗ്യ നേട്ടങ്ങളും മനസ്സന്തോഷവും നഷ്ടപ്പെട്ടത് എല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ജോലി സംബന്ധമായി ഉയർന്ന പദവിയോ സ്ഥാനഗുണമോ നേടിത്തരും. സാമ്പത്തികമായി ഈ മാസം ചിലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും. മറ്റു തരത്തിലും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറെ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും നടക്കാനുള്ള വഴി തുറന്നു തരും. മക്കളുടെ കാര്യത്തിലായാലും സ്വന്തം കാര്യത്തിലായാലും തൊഴിൽ തേടുന്നവർക്ക് ലഭിക്കാനുള്ള സന്ദർഭം ഉണ്ടാകും. നഷ്ടപ്പെട്ട വസ്തുവോ സാമ്പത്തികമായിട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുധൻ്റെ 10-ാം കൂറിലും 11-ാം കൂറിലും സഞ്ചരിക്കുമ്പോൾ കുടുംബസുഖവും വിദ്യാനേട്ടവും വിദ്യ അഭ്യസിക്കുന്നവർക്ക് ഗുണകാലവും ഉണ്ടാകും. കുടുംബസ്വത്ത് കിട്ടാനുള്ളവർക്ക് കിട്ടാനുള്ള അവസരമുണ്ടാകും. ആരോഗ്യവും രോഗങ്ങളുള്ളവർക്ക് രോഗശമനവും സർക്കാർ നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അതിന് വിജയസാധ്യതയും ഉണ്ടാകും. വീട് വാങ്ങുകയോ വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയ വീട് പണി ചെയ്ത് താമസിക്കുവാനുള്ള ഭാഗ്യം കിട്ടുകയും ദാമ്പത്യ സുഖവും പങ്കാളിക്ക് ജോലി സംബന്ധമായോ സാമ്പത്തികമായോ ഗുണാനുഭവങ്ങൾ ലഭിക്കും. ഈ മാസം ശനിയും സൂര്യനും ബുധനും ശുക്രനും അനുകൂല സ്ഥിതിയും ബലവും ഉള്ളതിനാൽ മറ്റെല്ലാ അരിഷ്ടാദോഷങ്ങളുടെയും തടസ്സങ്ങളും ശത്രുതകളും അകന്നുപോയി ഗുണാനുഭവങ്ങൾ കിട്ടുവാൻ ഈ ഗോചരഫലത്തിന് സാധ്യതയുണ്ട്. ജാതകത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും ഗ്രഹനിലക്കനുസരിച്ച് ദശാപഹാരകാലവും അതാത് രാശിയുടെ അഷ്ടക വർഗ ബിന്ദുക്കളും കണക്കനുസരിച്ച് അനുഭവത്തിൽ വ്യത്യാസം വന്നേക്കാം.
വിഷ്ണു ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും താല്പര്യം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.